നോമ്പുകാരൻ്റെ വായക്ക് കസ്തൂരിയുടെ സുഗന്ധമുണ്ട് എന്നൊരിക്കൽ ഹബീബ നബി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ നോമ്പെടുക്കുന്ന ആളുകളാണ്. നമ്മളൊരു വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ മൗത്തിന് എന്തായാലും കസ്തൂരിയുടെ സുഗന്ധം ഉണ്ടാവലില്ല. ഒരു വായ്നാറ്റം, ഒരു ബേഡ് സ്മെല്ലാ വരില്ല. എത്ര ബ്രഷ് ചെയ്താലും ചിലപ്പോൾ ഉണ്ടാവലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഹബീബ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? നോമ്പുകാരൻ്റെ വായിൻ്റെ നാറ്റം കസ്തൂരിയുടെ സുഗന്ധമാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നോമ്പ് 3 രീതിയിലുണ്ട്. സിയാമ് എന്ന് പറയും, സൗമ് എന്നും പറയും. സിയാമ് എന്ന് പറഞ്ഞാൽ സാധാരണ ഭക്ഷണ പാനീയങ്ങളൊക്കെ മാത്രം ഒഴിവാക്കി സുബഹി മുതൽ മഗ്രിബ് വരെ ഒഴിവാക്കുന്ന ഒരു പട്ടിണി കിടക്കുന്ന ഒരു നോമ്പ്. ഇതാണ് സാധാരണ കാണുന്നൊരു നോമ്പ്. ഇത് വെറും പട്ടിണി കിടക്കൽ മാത്രമാണ്. നമ്മൾ ചെയ്യുന്ന രീതി, നമ്മൾ സാധാരണ സംസാരിക്കുന്നുണ്ട്, പല പല കാഴ്ചകൾ കാണുന്നുണ്ട്, ആനന്ദങ്ങളിലും ഇതിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിലപ്പുറം രണ്ടാമത്തെ ലെയറുണ്ട് ഈ നോമ്പിന്. അതായത് നമ്മുടെ നാവും കൂടിയിട്ട് എന്ത് ചെയ്യുക, നോമ്പിൽ പങ്കെടുക്കുക. നമ്മൾ മോശത്തരങ്ങളൊന്നും പറയുന്നില്ല, നമ്മൾ മോശത്തരങ്ങളൊന്നും കാണുന്നില്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ഒരു തരം നോമ്പാണ്. ഇതിലേക്ക് നമ്മൾ ഉയരാൻ കഴിയുമ്പോഴാണ് നമ്മുടെ നോമ്പ് എന്ത് ചെയ്യുക, അർത്ഥവത്താവുക. ഇനി മൂന്നാമത്തെ ലെയർ കൂടിയുണ്ട്. അതായത് ചിന്തയിൽ പോലും അള്ളാഹു എന്നല്ലാത്ത മറ്റൊരു ചിന്തയും ഇല്ലാത്ത ആളുകൾ. അപ്പോൾ ഇവർ നോമ്പിന്റെ ഭക്ഷണം ഒഴിവാക്കുന്നുണ്ട്, വേറെ കാഴ്ചകളോ കേൾവികളോ മോശത്തിലോ ഒന്നിലേക്കുമില്ല. അതോടൊപ്പം ചിന്തയിലും ആ ഒരു എന്താ പറയുക, സത്യസന്ധത പുലർത്തിയിട്ട് അള്ളാഹുനല്ലാത്തൊരു ചിന്തയില്ലാത്തൊരു വിഭാഗമാണ്. ഇത്തരം വിഭാഗമുള്ള ആളുകളുടെ നോമ്പെടുക്കുന്ന നോമ്പുകാർക്കാണ്, അവരാണ് സൗമ് എന്ന് പറയാം. മറ്റത് സിയാമ്. ഞാൻ പറഞ്ഞ ആദ്യത്തെ ലെയറിലുള്ളത് സിയാമ്, രണ്ടാം ലെയറും സിയാമ്, മൂന്നാമത്തെ ലെയറാണ് സൗമ് എന്ന് പറയുന്ന അറബിയിലുള്ള പ്രയോഗം. അവരുടെ വായുടെ സുഗന്ധം, അതായത് അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് കസ്തൂരിയുടെ സുഗന്ധം ഉണ്ടാകുന്ന അർത്ഥം. കാരണം നല്ല വാക്കേ പറയൂ, അവർ നല്ലതേ ചിന്തിക്കുന്നുള്ളൂ, നല്ലതേ അവർക്കല്ലാത്ത മറ്റൊന്നും തരാനില്ല. ഈ ഒരു എന്താ പറയുക, ആലങ്കാരികമായി പറഞ്ഞതാണ് ആ ഹദീസിന്റെ വ്യാഖ്യാനം എന്നുള്ളതാണ് ആത്മീയ ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ വായുടെ നാറ്റമല്ല. അതെല്ലാ ആളുകൾക്കും സ്വാഭാവികമായിട്ട് പല്ല് തേച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ വായ ചില മാറ്റങ്ങൾ, ഭക്ഷണം കഴിക്കാതിരുന്നാലൊക്കെ ഒരു ദുർഗന്ധം സ്വാഭാവികമായിട്ടുണ്ടാവും. അത് നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ മാറുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം ഇത് തന്നെയാണ് അള്ളാഹു റസൂൽ അസ്സൗമുലി, അങ്ങനത്തെ ഈ നോമ്പുണ്ടല്ലോ, അതായത് ചിന്തയിൽ മറ്റൊന്നും ഇല്ലാത്ത, സംസാരത്തിൽ മറ്റൊന്നും ഇല്ലാത്ത, കേൾവിയിൽ മറ്റൊന്നും ഇല്ലാത്ത, ഇങ്ങനെ ഭക്ഷണം ഒഴിവാക്കുന്ന യഥാർത്ഥ അസ്സൗമുലി എനിക്കുള്ള, അള്ളാഹു പറയാണ് അസ്സൗമുലി വ അന അജ്സീബിഹി എന്നുമുണ്ട്, വ അന ഉജ്സാബിഹി എന്നുണ്ട്. ഞാൻ തന്നെയാണ് അതിൻ്റെ പ്രതിഫലം, ഞാനാണ് അതിൻ്റെ സമ്മാനം കൊടുക്കുന്നത്. 2 അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹു തന്നെ സമ്മാനമായിട്ട് മാറുന്ന അത് അസ്സൗമുകാർക്കാണ്. അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണപാനീയങ്ങൾ കഴിക്കാത്ത സ്വാഭാവിക നോമ്പുകാർക്കല്ല. നല്ലത് പറയാത്ത, അല്ലെങ്കിൽ ആ രീതിയിലുള്ള നാവും ചെവിയും കേൾവിയും ഒന്നും നിയന്ത്രിച്ചവർക്ക് മാത്രമുള്ളതല്ല. ചിന്തയിൽ പോലും അള്ളാഹു മാത്രമാണെന്ന് കരുതുന്ന നോമ്പിൻ്റെ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള നോമ്പുകാർക്കുള്ളതാണ് ആ സവിശേഷതകൾ. അള്ളാഹു അത്തരം നോമ്പുകാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.